സ്ക്വയർ നെക്ക് ലൈൻ്റെ ഡ്രാഫ്റ്റിംഗ് ആണ് ഞാനിപ്പോൾ ചെയ്യുന്നത്. ഡ്രാഫ്റ്റിംഗ് ചെയ്യാൻ പഠിച്ചാൽ തന്നെ നമുക്ക് ഒത്തിരി എളുപ്പമായിരിക്കും പിന്നെ നെക്ക് ലൈൻ ചെയ്യാനൊക്കെ ആയിട്ട്. ഇപ്പോൾ ഞാൻ ജസ്റ്റ് പേപ്പറിൽ ഡ്രാഫ്റ്റിംഗ് ചെയ്യുന്നത് കാണിക്കുന്നതാണ്. ഡീറ്റെയിൽഡ് വീഡിയോ ഞാൻ ചാനലിൽ വേറെ ഇടുന്നുണ്ട്. അത് ചെയ്യുന്നതിന് മുമ്പ് ഇവിടെ ഈ ഒരു സൈഡ് എപ്പോഴും ഫോൾഡിലായിരിക്കണം. ഇതിപ്പോൾ പേപ്പറിലാണെങ്കിലും തുണിയിലാണെങ്കിലും ഫോൾഡിലായിരിക്കണം. ഞാനിപ്പോൾ ചെയ്യുന്നത് ഒരു സ്റ്റാൻഡേർഡ് നെക്ക് ലെങ്ത് വിഡ്ത്ത് വെച്ചിട്ടാണ് നെക്ക് ലൈൻ ഡ്രാഫ്റ്റ് ചെയ്യുന്നത്. അതായത് വിഡ്ത്ത് 3 ഇഞ്ചും നെക്ക് ലെങ്ത്ത് ഒരു 6.5 ഇഞ്ചസാണ് ഞാനിപ്പോൾ ഇവിടെ കൊടുക്കുന്നത്. അതെല്ലാം ഓരോരുത്തരുടെ ചോയ്സ് അനുസരിച്ചിട്ട് ചേഞ്ചസ് വരുത്താൻ പറ്റുന്നതാണ്. നെക്ക് വിഡ്ത്ത് എടുക്കുന്നത് 3 ഇഞ്ചാണ്. 3 ഇഞ്ചും നെക്ക് ലെങ്ത്ത് 6.5 ഇഞ്ചസും എടുക്കുന്നുണ്ട്. നെക്ക് വിഡ്ത്ത് മാർക്ക് ചെയ്തതും നെക്ക് ലെങ്ത്തുമായിട്ട് ഇങ്ങനൊരു ബോക്സ് ഇവിടെ വരയ്ക്കണം. ഞാനിപ്പോൾ ഇങ്ങനൊരു ബോക്സ് വരച്ചിട്ടുണ്ട്. ഇത് നെക്ക് വിഡ്ത്തും നെക്ക് ലെങ്ത്തുമായിട്ട്. ഇനി ഈ ബോക്സിൻ്റെ അകത്താണ് നമ്മൾ ഷേപ്പ് വരയ്ക്കുന്നത്. അപ്പോൾ ഇവിടെ സ്ക്വയർ നെക്ക് ഷേപ്പിന് ചെയ്യേണ്ടത് നമ്മൾ ഈ ഒരു നെക്ക് ലെങ്ത്ത് മാർക്ക് ചെയ്തതിൻ്റെ ഈ ഒരു പോയിന്റ് ഉണ്ടല്ലോ, ഇവിടുത്തെ ഈ ഒരു പോയിന്റിൻ്റെ അവിടെ നിന്ന് ഒരു 1/2 ഇഞ്ച് അകത്തേക്ക് മാർക്ക് ചെയ്യണം. ചെയ്യേണ്ടത് ഈ നെക്ക് വിഡ്ത്ത് മാർക്ക് ചെയ്ത് ഈ ഒരു പോയിന്റും ഇവിടുത്തെ നമ്മളൊരു 1/2 ഇഞ്ച് അകത്തേക്ക് മാർക്ക് ചെയ്ത പോയിന്റും തമ്മിൽ ജോയിൻ ചെയ്യണം. ഇങ്ങനൊരു സ്കെയിൽ വെച്ചിട്ട് ജോയിൻ ചെയ്താൽ മതി. ഇനി ഇത് കട്ട് ചെയ്തെടുക്കണം. ഇതിൻ്റെ നെക്സ്റ്റ് സ്ട്രിപ്പ് ഞാനിപ്പോൾ ചെയ്യുന്നില്ല, ജസ്റ്റ് ഡ്രാഫ്റ്റിംഗ് ചെയ്യുന്നതാണ് കാണിക്കുന്നത്. ഇങ്ങനെ നമ്മൾ ഇൻസൈഡ് ഒരു 1/2 ഇഞ്ച് മാർക്ക് ചെയ്യുമ്പോഴത്തേക്കും ആ സ്ക്വയർ നെക്ക് ഷേപ്പ് നല്ലൊരു പ്രോപ്പർ കറക്റ്റ് ഷേപ്പിൽ നമുക്ക് കിട്ടും. ഇത് ഈ ഒരു 1/2 ഇഞ്ച് അകത്തേക്ക് മാർക്ക് ചെയ്ത പോയിന്റ് ഇവിടെ നിന്നാണ് കട്ട് ചെയ്തെടുക്കേണ്ടത്. സ്ക്വയർ നെക്ക് ഷേപ്പ് വന്നിട്ടുണ്ട്. ലൈൻ വരയ്ക്കുന്നത് വളരെ ബേസിക് ആണ് ഡ്രാഫ്റ്റിങ്ങിൽ. കാരണം ഇത് പഠിച്ചാലാണ് നമുക്ക് വേറെ ഇതിന് തുണിയിൽ വെച്ചിട്ട് തയ്ക്കാനൊക്കെ കുറച്ചും കൂടി ഈസി ആവുന്നത്. താങ്ക് യു.